ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സിബിലാസ് ഡയറി. ഞാൻ ഇന്നോട് ഒരു ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കിങ് ഫിഷ് വെച്ചുള്ളൊരു ഫിഷ് കറിയാണ്. എന്തൊക്കെ ആവശ്യമുള്ള നമുക്ക് നോക്കാം. ഇതിന് വേണ്ടി ഞാനൊരു ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ വരുന്ന ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് ഉലുവയും അതേപോലെ ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടേക്ക് ഒരു സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു സവാളയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. സവാള ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആവശ്യാനുസരണം എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു മിക്സറിലേക്ക് ചേർക്കുന്നതാണ് കുറച്ച് ഇഞ്ചി. 1 ടേബിൾ സ്പൂൺ അളവിൽ വരുന്ന ഇഞ്ചി ആട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് 2 തക്കാളി, 2-3 പച്ചമുളക്, പിന്നെ വളരെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിൽ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാൻ പോവാണ്. 1/4 ടേബിൾ സ്പൂൺ അളവിൽ വരുന്ന മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇനി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മിക്സിങ്ങും സോട്ടിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1.5 കപ്പിൻ്റെ അളവിൽ വരുന്ന പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പുളിവെള്ളം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് ഞാനിതിലേക്ക് വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് എത്രയാണോ ആളുകളെന്നുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ 1.5 ഗ്ലാസിൻ്റെ അളവിൽ വരുന്ന പുളിവെള്ളവും അതേപോലെ 1/2 കപ്പിൻ്റെ അളവിൽ വരുന്ന വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് ഞാനിത് ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയെന്ന് പറയില്ലേ, ഇത് തിളച്ച് വരുന്നത് വരെ, ഈ മസാലയും കാര്യങ്ങളും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്നത് വരെ, അത് തിളച്ച് വരുന്നത് വരെ നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കറി ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങി. ഇത് തിളച്ച് വരുന്ന സമയത്താണ് നമ്മുടെ അയക്കോരയുടെ ഫിഷ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഫിഷ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നേരം നിങ്ങൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫിഷ് പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ഫിഷ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് വീണ്ടും അത് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് തിളച്ച് വന്ന് കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് അതിൻ്റെ ആ ഒരു ചൂടും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടും അതേപോലെ കറിയുടെ മസാലയും അതെല്ലാം ഫിഷിൻ്റെ കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടും ഒരു 10-15 മിനിറ്റ് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ചട്ടി ഫ്ലെയിം ഒന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ചോറിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെയൊക്കെ നമ്മുടെ ഈ ഒരു മുളകിട്ട കറി കഴിക്കുകയാണെങ്കിൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നു വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും സിബിലാസ് ഡയറിയുടെ വകം അസ്സലാമ.